ഗുഡ് മോർണിംഗ്. പിന്നെ രാവിലെ ഞാൻ എണീറ്റിട്ടോ, ഒരു 6:30 കഴിഞ്ഞ് എണീറ്റപ്പോൾ നിച്ചുന് ഉറക്കത്തിലായത് കാരണം അവൾക്ക് സൈഡിൽ ആ ഒരു പില്ലോയൊക്കെ വെച്ച് കൊടുത്ത് ജസ്റ്റ് മുറ്റത്തോട്ടൊക്കെ ഇറങ്ങിയിട്ടാ. നല്ല രസമുണ്ട് മുറ്റത്ത്. കുറച്ച് നേരം ഞാൻ ഇങ്ങനെ ഇരിക്കൂട്ടാ. കുറച്ച് നേരം ആ ഒരു എന്താ പറയുക, പ്രകൃതിയൊക്കെ ആസ്വദിച്ചിരിക്കും. അതൊരു കണ്ണിനും മനസ്സിനൊക്കെ ഒരു പോസിറ്റിവിറ്റിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതിനുശേഷം ഞാൻ വേഗം പല്ല് തേച്ച് കുളിക്കുകയൊക്കെ ചെയ്തേ. അതിനുശേഷം വിളക്കൊന്ന് കത്തിച്ച് ഇവിടുന്ന് രാവിലെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് എൻ്റെ ദിവസം തുടങ്ങുന്നത് കേട്ടോ. പിന്നെ ജസ്റ്റ് വീണ്ടും മുറ്റത്തോട്ട് ഇറങ്ങി. അപ്പോൾ അത് കാന്താരി മുളക് ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരെണ്ണം അങ്ങനെ ഇരിക്കുന്നുണ്ടത്. ഞാൻ അവിടുത്തെ അതിൽ തന്നെ ഇരുന്ന് പഴുക്കട്ടെ. ആദ്യമായിട്ട് ഉണ്ടായതാണ് ഇതിൽ. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത് ഉണ്ടാകില്ല എന്നൊരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. എന്നിട്ട് ഞാൻ കുറച്ച് വേസ്റ്റും സാധനങ്ങളൊക്കെ അതിൻ്റെ സൈഡിൽ ഇട്ട് കൊടുത്തപ്പോഴാണ് അത് നന്നായിട്ട് പുഷ്ടിച്ചത് കേട്ടോ. അതിനുശേഷം ജനാല ഭയങ്കര ടൈറ്റ് ഇന്ന് തുറക്കാനേ ആവുന്നുണ്ടാകുന്നില്ല. ഒരു കണക്കിന് ഞാൻ തുറന്നിട്ടാ. പിന്നെ അടുക്കളയിലോട്ട് കയറി ലൈറ്റൊക്കെ ഇട്ട് അടുക്കളയിലെയും ജനാലയൊക്കെ തുറന്ന്, ജനാല ഇങ്ങനെ തുറക്കുമ്പോൾ തന്നെ നല്ല തണുത്ത കാറ്റായിരിക്കും അകത്തോട്ട് കയറുന്നത്. എന്ത് രസമാണെന്നോ. രാവിലെ നല്ല തണുപ്പാണ് ഇവിടെ. നിറയെ മരങ്ങളും ചെടികളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം നല്ല തണുപ്പാണ്. ഇപ്പോൾ രാവിലെ തന്നെ ഇത്തിരി കട്ടൻ ചായയിലാണ് തുടക്കം കേട്ടോ. ഞാൻ രാവിലെ തന്നെ അലക്കലും എല്ലാ അത്യാവശ്യം പണികളൊക്കെ ചെയ്ത് വെക്കുവേ. ചായക്ക് ഇടണ സമയത്ത് തന്നെ അലക്കാൻ, കുളിച്ച് മാറിയതൊക്കെ അലക്കാനുള്ളതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ട് അങ്ങോട്ട് അലക്കും. ഇപ്പോൾ രാവിലത്തെ പണിയുടെ ഒപ്പം ഇത് അങ്ങോട്ട് നടന്നു പൊക്കോളും, അടുക്കള പണിയുടെ ഒപ്പം. പിന്നെ നിച്ചുവിൻ്റെ സ്കൂളിൽ നിന്ന് എനിക്കൊരു 2 കിലോളം അരി കിട്ടിയായിരുന്നു. നമ്മുടെ ചോറ് വയ്ക്കുന്ന അരിയാണ്, പക്ഷെ ഇത്തിരി വേവ് കുറവുള്ള അരിയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു അരി ഇത്തിരി പുട്ട് പൊടിപ്പിക്കാനായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴുകി ഊറ്റി വെച്ചൊക്കെയാണ് കേട്ടോ, വെള്ളം ഒന്ന് ഇറങ്ങാനായിട്ട്. എന്നിട്ട് ഞാൻ മേളിലെ ടെറസിൻ്റെ പൊക്കത്തുകൊണ്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടാണ് കേട്ടോ പൊടിപ്പിക്കണം. അപ്പോൾ നമുക്ക് ചീത്തയാൻ വേണ്ടി ഇരിക്കും. അപ്പോൾ അതിനുശേഷം എന്താ കട്ടൻ ചായയിൽ കുറച്ച് ചായപ്പൊടിയൊക്കെ ഇട്ട് നമ്മുടെ കടുപ്പത്തിനനുസരിച്ചിട്ട് കട്ടൻ ചായ ആക്കുകയാണേ. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഉണ്ടല്ലോ, ഞാൻ ശനിയാഴ്ച എടുത്തതാണ്. ഈ കഴിഞ്ഞ ശനിയാഴ്ച എടുത്തതാണ്. ആ സമയത്തിനാണെങ്കിൽ നിച്ചുവിന് സ്കൂളൊന്നും ഇല്ല, പഠിക്കാനൊന്നും പോകണ്ടല്ലോ. അപ്പോൾ നമുക്ക് സാവധാനം ഷൂട്ടിങ്ങൊക്കെ ചെയ്യാം. ചില സമയത്ത് ഭയങ്കര ധൃതിയായിരിക്കും, ഷൂട്ടിങ്ങും എല്ലാം നടക്കുന്നില്ല. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വ്ളോഗ് എടുക്കൽ നടക്കുന്നില്ല കേട്ടോ. ചിലപ്പോൾ ഞാനിങ്ങനെ എടുത്തെടുത്ത് എക്സ്പേർട്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് വ്ളോഗ് നന്നായിട്ട് എടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇപ്പോഴെനിക്കെന്തോ ആവുന്നില്ല. വീട്ടിലെ പണിയും നിച്ചുവിൻ്റെ കാര്യമൊക്കെ നോക്കുമ്പോൾ, സ്കൂളിലെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വ്ളോഗും കൂടി, അതായത് ഷൂട്ടിങ്ങും കൂടി നടക്കാറില്ല. ഇന്നിപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ട് ഞാൻ ചെയ്ത് നോക്കാം അത് വിചാരിച്ചു. ഇതൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. ഫുള്ളൊന്നും എടുത്തില്ല, കാരണം ഇപ്പം തന്നെ വ്ളോഗിൻ്റെ ഒരു ലെങ്ത്ത് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചെടുത്തിട്ടില്ലേ. ഒരുപാട് പേര് ക്ലീനിങ് വ്ളോഗ്സ് ചോദിച്ചിട്ടുണ്ട്. ഞാനത് പ്രത്യേകമായിട്ട് ഒരു ദിവസം ചെയ്യാം. കാരണം ഈ ഒരു വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ നല്ല 1.5 ക്ലീനിങ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അടിച്ച് വാരുക, തുടക്കുക, മുറ്റടിക്കുക, അടുക്കള തുടക്കുക, അവിടെ ഇവിടെയൊക്കെ തുടക്കാനും പിടിക്കാനൊക്കെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഞാനതൊന്നും ഇതിൽ കാണിക്കാറില്ല, കാരണം അത് കാണിച്ചാൽ തന്നെ 1 മണിക്കൂർ 2 മണിക്കൂറോളം വീഡിയോ ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് മോട്ടർ ഇട്ട് വെച്ചിട്ട് രാവിലെ തന്നെ, സാധാരണ എല്ലാ പണിയും കഴിഞ്ഞിട്ടൊക്കെയാണ് ഇടുന്നത്. പക്ഷേ കറണ്ടിനെ വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വെള്ളം എങ്ങാനും തീർന്നാലോ, പിന്നെ നമ്മൾ കുറച്ച് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, പച്ചക്കറി സാധനങ്ങളൊക്കെ. അപ്പോൾ അതിന് ഞാൻ നന്നായിട്ട് വെള്ളം രാവിലെയും വൈകുന്നേരം ഒഴിച്ചു കൊടുക്കും. കാരണം ഇപ്പം നല്ല ചൂടാണ്, നല്ല വെയിലുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് പാടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും. അതുകൊണ്ട് മോട്ടറിൽ അത്യാവശ്യം വെള്ളം അടിച്ചിടണം. അതിനെ 2 നേരവും മാക്സിമം നിറച്ചിടാറുണ്ട് കേട്ടോ. വലിയ ടാങ്കാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ ടൈം കൊടുക്കും നിറയാനായിട്ട്. ഇതാകുമ്പോൾ രാവിലെ നമുക്കറിയാൻ പറ്റില്ല, നിറയുമ്പോൾ വേഗം ഓഫാക്കുകയും ചെയ്യും. അപ്പോൾ എൻ്റെയും നിച്ചുവിൻ്റെയും ചായ ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. അവൾ എണീറ്റിട്ടില്ല, ഞാനൊന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ചായ ചൂടോടെ തന്നെ കുടിക്കോട്ടെ. എനിക്ക് ആ ഒരു വെള്ളം ചൂടോട് കൂടെ തന്നെ കുടിക്കണം. തണുത്ത് കഴിഞ്ഞാൽ എനിക്ക് കുടിക്കാൻ വലിയ ഇഷ്ടമുണ്ടാവില്ല കേട്ടോ. നിങ്ങൾ എന്നെ പോലെയാണോ ചൂട് ചായ കുടിക്കാനൊക്കെ ഇഷ്ടമുള്ളവരാണോ? കുറേ പേരിങ്ങനെ പറയണേ കേൾക്കാം, എനിക്ക് നല്ല തണുത്ത ചായ കുടിക്കണത് ഇഷ്ടം. ചിലർ പറയും നല്ല തിളച്ച ചായ കുടിക്കണത് ഇഷ്ടമാണ്. എനിക്ക് ഒരു മീഡിയം ഇളം ചൂടോടുകൂടിയുള്ള ചായ കുടിക്കണം. അതിങ്ങനെ ഊതി കുടിക്കണതും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാ നിച്ചുവണീറ്റു. രാവിലത്തെ ആ ഒരു ഉദിച്ച് വന്ന ആ ഒരു വെയിൽ കണ്ടില്ലേ, നല്ല രസമാണ് ഈ ഒരു വെയിൽ കൊള്ളാനായിട്ട്. ചെറിയൊരു തണുപ്പും ചെറിയൊരു ചൂടൊക്കെ കൂടിയുള്ളൊരു വെയിലാണ്. നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന ഏരിയ, ഡൈനിങ് ഏരിയയിലോട്ട് ഇത് ജനാലെ കൂടി ഈ ഒരു വെളിച്ചം രാവിലെ ഒരു 7 മണി തൊട്ട് ഉണ്ടാവും.
കഴിയുമ്പോൾ തന്നെ എൻ്റെ അലക്കലും കഴിയും കേട്ടോ. അത്യാവശ്യം ഞാൻ തുണിയൊക്കെ രാവിലെ തന്നെ അങ്ങോട്ട് വിരിച്ചിടുകയാണ്. ഇപ്പോൾ ഒരു 8:30 9 മണി ആയിട്ടുണ്ടാവും കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ രാവിലെ ഒന്ന് മുറ്റമൊക്കെ അടിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അതൊരു ക്ലീനിങ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഈ വീട്ടിൽ നമ്മൾ താമസിക്കുന്ന സമയത്ത് ഈ വീട്ടിൽ ക്ലീനിങ് നല്ല രീതിയിൽ ചെയ്യാനുണ്ടാവും. വലിയ വീടായതുകൊണ്ട്, അത്യാവശ്യം വലിയ വീടാണ് കേട്ടോ. മുറ്റവും പറമ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീനിങ് വേണ്ടി വരും. അപ്പോൾ ക്ലീനിങ് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. പക്ഷേ ക്ലീനിങ് ഒരു ദിവസം ചെയ്യാം കേട്ടോ. ക്ലീനിങ് മാത്രമായിട്ട് ചെയ്യാവേ. എനിക്കും ഉണ്ടല്ലോ ക്ലീനിങ് വ്ളോഗ്സ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ വീട് അടിച്ചു വാരുക, തുടക്കുക, അടുക്കി പെറുക്കി വെക്കുക, നന്നായിട്ട് ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യുക, അങ്ങനെയുള്ള വീഡിയോസൊക്കെ എനിക്കും ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ ഞാൻ അങ്ങനത്തെ വീഡിയോസ് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു ദിവസം എന്തായാലും ചെയ്യുവേ. പക്ഷേ എന്താ കുറേ ടൈം എടുക്കും. കാരണം ഭയങ്കര നമ്മൾ ടയേർഡാവുമല്ലോ വീട്ടിലിങ്ങനെ അടിച്ചു വരലും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വേർത്ത് ടയേർഡാവും. അതിൻ്റെ ഇടയ്ക്ക് ഷൂട്ടിങ് ചെയ്യാനായിട്ട് മടിയാവും. അതുകൊണ്ടാണ് കാണിക്കാത്ത. എന്തായാലും ഞാൻ ചെയ്യാവേ. അപ്പോൾ അതാ ഞാൻ നട്ടുപിടിപ്പിച്ചേക്കണ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ഈ കാണുന്ന ചെടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പച്ചക്കറിയൊക്കെ ഉണ്ടാകും. ചീര, പപ്പായ, പച്ചമുളക്, കാന്താരി മുളക്, തക്കാളി, പയർ, പാവൽ, അതൊക്കെ ഉണ്ട് കേട്ടോ. വെണ്ടക്ക. ഗ്രോ ബാഗിലാണ് ആദ്യം നട്ടത്. ഗ്രോ ബാഗിൽ മുതലാകൂലെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ മണ്ണിലോട്ട് നട്ടിട്ടാ. മണ്ണിൽ നടാത്ത വേറെ ഒന്നുമല്ല, കാരണം കുറേ പറമ്പുള്ളല്ലോ. അപ്പം നനച്ചു കൊടുക്കുമ്പോൾ നിറയെ പുല്ല് പിടിക്കുന്ന ഒരു പ്രശ്നം കൊണ്ടാണ് മുറ്റത്ത് നടാനായിട്ട് മടി പിടിച്ചത്. പിന്നെ നമുക്ക് ഗ്രോ ബാഗ് ഇത്രയും വാങ്ങിച്ചു കൂട്ടാനുള്ള പൈസ ഇല്ലാത്ത കാരണം ഞാൻ പിന്നെ മണ്ണിലോട്ട് തന്നെ നട്ടിട്ടാ. അങ്ങനെ ചെടി നനയെല്ലാം കഴിഞ്ഞ ശേഷം ജസ്റ്റ് ഒന്ന് മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് അകവും അടിച്ചു വാരിയിട്ടാ. പിടിച്ചു രാവിലെ തന്നെ ടി വിയിൽ ലയിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ ടി വി നിർത്താൻ പറഞ്ഞിട്ട് അവൾ വിളിച്ചു നട്ട മുറ്റത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങാനായിട്ട്. ഫുൾ ടൈം ടി വി കാണാനുള്ള പരിപാടി ശനി ഞായറും ഉണ്ടെങ്കിൽ. മൊബൈലൊന്നും ഞാനങ്ങനെ കൊടുക്കലില്ല കേട്ടോ. കളിക്കാനോ ഗെയിം കളിക്കാനോ അങ്ങനെയൊന്നും ഞാൻ കൊടുക്കലില്ല. ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഞാനത് വന്ന് കണ്ടുകൊണ്ടിരിക്കുകയല്ല. എൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ഞാൻ വിളിക്കുവേ. രാവിലത്തെ അടിച്ചു വാരലെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അരി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു 9:30 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ഇപ്പം തന്നെ നല്ല വെയിലാണ് കേട്ടോ. ഒരുപാട് അരിയൊന്നുമില്ല, ഒരു 2-3 കിലോ ഒക്കെ ഉണ്ടാവും കേട്ടോ അരി. അത്രയാണ് ഞാൻ പൊടിപ്പിക്കാനായിട്ട് എടുത്തേക്കുന്നത്. സ്കൂളിൽ നിന്ന് ഒരു 2 കിലോ എല്ലാം കിട്ടി. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ കുറച്ച് പഴയ അരി ഉണ്ടായിരുന്നു. പഴയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് ഉണ്ടാവുമല്ലോ, ആ ഒരു അരിയാണ്. കാരണം നമ്മൾ പുതിയ അരി വാങ്ങിക്കുമ്പോൾ നമ്മളൊരു 5-10 കിലോ വെച്ചാണ് അരി വാങ്ങിക്കണത്. അപ്പോൾ പുതിയ അരി വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ വേവ് കൂടിയത് കുറഞ്ഞത് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാക്കി വരുന്ന ഇപ്പോൾ 1-2 ഗ്ലാസ് അരിയൊക്കെ ബാക്കി ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ ഞാൻ അത് കൂട്ടി വെക്കും. കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ ഒരുമിച്ച് പൊടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു പഴയ പായ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു നല്ല മുണ്ട് ഇങ്ങനെ വിരിക്കും. ഇത് ഞാൻ പൊടിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മുണ്ടാണ് കേട്ടോ. ഇതാകുമ്പോൾ പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കും. പിന്നിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് എന്താ പറയുക അത് ഇടാലോ, അരിയൊക്കെ ഇട്ട് എടുക്കാനൊക്കെ സുഖമാണ്. ടി വി നിർത്തിയത് കൊണ്ട് ഇവളിങ്ങനെ എന്തെങ്കിലും ഹെൽപ്പ് നമുക്ക് ചെയ്യും കേട്ടോ നിച്ചു. അല്ലെന്നുണ്ടെങ്കിൽ ഇവള് വരില്ല. ഇവൾ ടി വിയുടെ മുമ്പിൽ തന്നെ ആയിരിക്കും, ഒന്നിനും അനങ്ങില്ല. ഇപ്പോൾ രാവിലെ നിച്ചുവിന് ഞാൻ ചായ കൊടുത്തിട്ട് അവളൊരു പഴം കഴിച്ചായിരുന്നു കേട്ടോ. ഞങ്ങൾക്കിന്ന് പുട്ടും പപ്പടവും പഴവുമായിരുന്നു. രാവിലെ ചായ കുടിച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ടെങ്കിൽ കേട്ടോ കുറച്ച് കളിയെല്ലാം കഴിയുമ്പോഴാണ് പുട്ട് കൊടുക്കുന്നത്. അപ്പം ഇട്ടുണ്ടെങ്കിൽ നല്ല വിശപ്പുണ്ടാവും. അപ്പോൾ കൊടുക്കണ പുട്ട് മുഴുവൻ കഴിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുഴച്ച് വലിയ വിശപ്പൊന്നും ഉണ്ടാവില്ല, കഴിക്കില്ല മുഴുവനും. അപ്പോൾ ഞാനെൻ്റെ അത്യാവശ്യം രാവിലത്തെ പണി പുട്ടൊക്കെ ആകുമ്പോൾ വേഗം കഴിയുമല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ ഇനി കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലാണ് ഞാനത് ഇത് കഴിഞ്ഞിട്ടാണ് ഇട്ടേക്കുന്നത്. കാണിച്ചു തരാവേ. അപ്പോൾ ഇത് നമ്മൾ ടെറസാണ് കേട്ടോ. ടെറസ് ഞാൻ അങ്ങനെ വലിയ രീതിയിൽ വൃത്തിയാക്കാനും പിടിക്കാനൊന്നും വരാറില്ല. കാരണം ഉണ്ടെങ്കിൽ നമ്മൾ റെൻറ്റിന് താമസിക്കുന്ന വീടാണ്. അപ്പോൾ അവരുടെ തന്നെ കുറേ സാധനങ്ങൾ, വേസ്റ്റ് സാധനങ്ങളൊക്കെ ടെറസിൻ്റെ മുകളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വൃത്തിയാക്കുന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് താഴെ ഇടാനും അങ്ങാടും ഇങ്ങോട്ടും മാറ്റാനും തിരിക്കാനൊക്കെ നിൽക്കണം. അപ്പം അതിനെനിക്ക് കഴിയാനാത്ത കാരണം ഞാൻ ടെറസിൻ്റെ മുകളിൽ അങ്ങനെ വലിയ രീതിയിൽ വൃത്തിയാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലത്തിന് മുന്നേ ഈ മാവിൻ്റെയും ഇതിൻ്റെ ഇലകളൊക്കെ കുറേ വീഴും. അപ്പോൾ നമ്മൾ ഈ വെള്ളം കെട്ടിക്കിടക്കുകയാണെങ്കിൽ പോവാണ്ടിരിക്കുമല്ലോ ആ ഒരു ഓവിലൂടെ.
അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ അടിച്ചു വാരി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കുറച്ചും കൂടി കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ഓൾറെഡി ഈ പച്ചക്കറി കൃഷി മണ്ണ് കിളക്കലും അതൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര ടയേർഡായിരിക്കും. സ്റ്റാർട്ടിങ് ആണ്, ഇപ്പോൾ ഒരു മാസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ ഞാനിപ്പോൾ അതൊക്കെ നട്ട് പിടിപ്പിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ടയേർഡ്നെസ് ഉള്ളതുകൊണ്ട് ഞാൻ ടെറസിൻ്റെ പൊക്കത്ത് അങ്ങനെ വൃത്തിയാക്കാനും പിടിക്കാനൊന്നും വന്നിട്ടില്ല. അപ്പോൾ അരി കഴുകി ഉണക്കിയിട്ടിട്ട് ജസ്റ്റ് ഞാൻ ടെറസ് കാണിച്ചു തരാൻ കണ്ടില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് വേസ്റ്റ് അവരുടെയാണ് കേട്ടോ. കുറച്ച് പ്ലാസ്റ്റിക്കും പേപ്പറും ചെരുപ്പും കുപ്പിയും പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും ഞാൻ എടുക്കാനൊന്നുമില്ല. അപ്പോൾ ഇതാ ഇവിടെ ഇട്ടുണ്ടെങ്കിൽ കുറച്ച് മാവിങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്. നല്ല വെയിൽ കാരണം ഭൂരിപക്ഷം മാങ്ങയും കൊഴിഞ്ഞ് താഴെ വീഴുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കടന്നലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത് വൃത്തിയാക്കാനും ഇടയിൽ പോകാനൊന്നും ഞാൻ നിന്നിട്ടില്ല. കാരണം നമ്മൾ ഇടയിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉള്ള മാങ്ങ വല്ലതും കൊഴിഞ്ഞു പോയാലോ പിന്നെ കടന്നൽ കുത്തിയാണെന്നൊക്കെയുള്ള പേടി കൊണ്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ പുട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. പുട്ട് നമ്മുടെ തരിപ്പുട്ടല്ല, ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ എറണാകുളം ആലപ്പുഴ ആ ഒരു ഏരിയയിലൊക്കെ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പുട്ടില്ലേ ആ പുട്ടാണ് കേട്ടോ, തരിപ്പുട്ടല്ല കേട്ടോ. ശരിക്കും നല്ല നൈസായിട്ട് പൊടിച്ച അരിപ്പൊടിയില്ലേ ആ പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന പുട്ടാണ് കേട്ടോ എനിക്കിഷ്ടം. എന്താണെന്നറിയില്ല, അത് പണ്ട് തൊട്ട് അങ്ങനെ കഴിച്ച് എനിക്ക് ആ ഒരു പുട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ പുട്ടാണ് കേട്ടോ. ചോറ് വെക്കുന്ന അരി കൊണ്ട് നമ്മൾ പുട്ടിനും പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലതാകുമോ എന്നൊക്കെ സംശയം എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. ഒരിക്കലും ഞാനങ്ങനെ പൊടിച്ച് നോക്കിയ സമയത്താണ് നമ്മൾ കൊള്ളാതെ നല്ല ടേസ്റ്റ്. അത് മാത്രമല്ല നമ്മളങ്ങനെ ഉണ്ടാക്കുന്ന പുട്ടൊക്കെ ആണെങ്കിലും നമ്മൾ വൈകുന്നേരം രാത്രി ആയാലും അങ്ങനെ സോഫ്റ്റായിട്ടിരിക്കും, ഒട്ടും തന്നെ കല്ലുപോലെ ഒന്നും ആവില്ല കേട്ടോ. അത് നല്ല ടേസ്റ്റും ആയിരിക്കും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ള കാര്യം വേവ് കുറവുള്ള അരി എടുക്കുക. ഇപ്പോൾ ഒരുപാട് വേവ് കുറഞ്ഞ അരിയാണെങ്കിൽ കുറച്ച് പച്ചരി കൂടി മിക്സ് ചെയ്തിട്ട് പൊടിപ്പിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കുട്ടീനുള്ള തേങ്ങയും കൂടി ചിരകിയിട്ടുണ്ട്. ഞങ്ങൾക്ക് എനിക്കും ഹസ്ബൻഡിനും പിന്നെ മോക്കും കൂടിയിട്ട് ഞങ്ങളൊരു 2 കണപ്പുട്ടാണ് കേട്ടോ ആകെ വീട്ടിലുണ്ടാക്കുന്നത്. ഞാൻ പുട്ടിൻ്റെ ഒപ്പം ചില സമയത്ത് തേങ്ങ പുട്ടിൻ്റെ കുഴക്കണ സമയത്ത് കുറച്ച് ചേർത്തിട്ടൊന്ന് കുഴച്ചിടാറുണ്ട്. പിന്നിട്ടുണ്ടെങ്കിൽ പുട്ടിൻ്റെ ഓരോ സെക്ഷനായിട്ട് താഴെയും വെള്ളമൊക്കെ ഇട്ടൊക്കെ ഇത്തിരി തേങ്ങയും കൂടി ചേർക്കാറുണ്ട്. ഇന്ന് ഉച്ചക്കത്തേക്ക് ഞാൻ പാവക്ക ഇരിപ്പുണ്ടായിരുന്നു 2 എനിക്ക് പാവക്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനടുത്ത് പാവക്ക തീയലുണ്ടാക്കാം ഒരെണ്ണം വെച്ചിട്ട്, അതേപോലെ ഒരു പാവക്ക വെച്ചിട്ട് ഇതിൽ പാവക്ക അച്ചാറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പാവക്ക അരിഞ്ഞ് 2 പാർട്ടായിട്ട് വെച്ചേക്കാണ്. അതേപോലെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലൊക്കെ പൊളിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചേക്കാണ്. ഇനിയിപ്പോൾ തേങ്ങ ചിരണ്ടി വറുത്തരച്ച് കറി വെക്കുക, അതിൻ്റെ ഒപ്പം തന്നെ ഇത്തിരി അച്ചാറ് ഉണ്ടാക്കി വെക്കുക. പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കറിയും കൂടി ഉണ്ടാക്കണം. അതെന്താണെന്ന് തീരുമാനിച്ചിട്ടില്ല കേട്ടോ ഉച്ചക്കത്തേക്ക്. എന്തായാലും എല്ലാം അടുക്കി വെച്ചേക്കുന്നതുകൊണ്ട് അടുക്കി പെറുക്കി എല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നതുകൊണ്ട് വേഗം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. എന്തായാലും രാവിലത്തെ ഫുഡെല്ലാം കഴിഞ്ഞിട്ടാണ്, ഇനി വേറെ പണിയൊന്നുമില്ലല്ലോ. അടിച്ചു വാരലും മുറ്റടിക്കലും അനക്കലും ഒക്കെ കഴിഞ്ഞു. എനിക്കിനി ആകെ ചെയ്യാനുള്ള കണ്ടിട്ടുണ്ടെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മുടെ അരി ഉണക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, ആ അരി എടുത്തിട്ട് ഒന്ന് പൊടിപ്പിക്കാൻ പോകണം മില്ലിൽ കൊണ്ടുപോയിട്ട് അത് പൊടിപ്പിച്ച് കൊണ്ടുവരണം. അത്രയേ ഉള്ളൂ കേട്ടോ പണി. രാവിലത്തെ ഒരു ഉച്ചക്കുള്ളിൽ അത് ചെയ്യണം. ഭയങ്കര വെയിലായതുകൊണ്ടാണ് ഒരു ബുദ്ധിമുട്ട്, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ചങ്ങോട്ട് പോകാണ്ട് മില്ലിലോട്ട്. അപ്പം ഞാൻ ഇതുകൊണ്ട് നടന്നാണ് പോണത്. മിക്കപ്പോഴും ഞാൻ പൊടിപ്പിക്കാൻ പോകുമ്പോൾ രാകേശ്വരൻ്റെ കൂടെ ബൈക്കിൽ പോവുകയാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ വേഗം കൊണ്ടേ കൊടുക്കുകയും ചെയ്യാം. നമ്മളെവിടെയെങ്കിലുമൊക്കെ പോകണ സമയത്ത് അതുകൊണ്ടേ കൊടുത്ത് തിരിച്ചു വരുമ്പോഴേക്കും പൊടിപ്പിച്ച് അവർ വെച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് ചെയ്തത്. ഇപ്രാവശ്യം രാകേശ്വരന് എന്തോ ഒരു ആവശ്യത്തിന് പുറത്ത് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ഇച്ചുകൂടി നടന്നാണ് പോണത്. പുട്ടിനൊപ്പം കഴിക്കാനായിട്ട് പഴമുണ്ട്, അതേപോലെ ഞാൻ കുറച്ച് പപ്പടം കൂടി വറുത്തിട്ടാണ്. എനിക്ക് പുട്ടും പപ്പടവും ഭയങ്കര ഇഷ്ടമാണ്. ഇത്തിരി കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പക്ഷെ ഞാൻ രാവിലെ കട്ടൻ ചായ കുടിച്ച കാരണം പിന്നെ കട്ടൻ ചായ കുടിക്കില്ല കേട്ടോ. ഞാൻ 2 നേരം ചിലപ്പോൾ കുടിക്കും. അതായത് രാവിലെയും കുടിക്കും, അതേപോലെ വൈകുന്നേരം നമ്മുടെ സ്നാക്ക് ടൈമിൽ ഈവനിങ് ടൈമിലും ചായ കുടിക്കും, കട്ടൻ ചായ. അത് ചില സമയത്തേ കുടിക്കുള്ളൂ, അധികം കടുപ്പില്ലാത്ത അധികം മധുരമില്ലാത്ത അങ്ങനെയൊക്കെയാണ് ഞാൻ ചായ കുടിക്കുന്നത്. പാൽ ചായയും കുടിക്കും, പക്ഷേ കുറച്ച് നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ടാവുമല്ലോ. ഇത്തിരി ഏലക്കയൊക്കെ ഇട്ട് ലൈറ്റ് മധുരമായിട്ട് അല്ലെങ്കിൽ ലൈറ്റായിട്ടുള്ള ചായ, അങ്ങനത്തെ ചായയൊക്കെ കുടിക്കുള്ളൂ. അല്ലാണ്ട് ഞാൻ ചായ കുടിക്കില്ല കേട്ടോ. പുറത്തുനിന്നൊന്നും അങ്ങനെ ചായ കുടിക്കില്ല, ആരുടെ വീട്ടിൽ നിന്നും കുടിക്കലില്ല, കടയിൽ പോയാലും അങ്ങനെ ചായ കുടിക്കലില്ല കേട്ടോ. എൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റിൽ മാത്രമേ ഞാൻ ചായ കുടിക്കലുള്ളൂ.
എന്നെ പോലെയുള്ള ആൾക്കാരുണ്ടല്ലേ. ഭൂരിപക്ഷം ആൾക്കാരും നമുക്ക് ചായ ഏത് രീതിയിൽ തന്നാലും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ എനിക്കിങ്ങനെ എൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ചായ മാത്രമേ ഞാൻ കുടിക്കുള്ളൂ. പിന്നെ രാവിലെ ഇങ്ങനെ ചായ കുടിച്ചാൽ പിന്നെ ചായ കുടിക്കില്ല, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ചായ കുടിക്കില്ല, 2 ടൈംസ് 2 ടൈംസ്. ഇപ്പോൾ വൈകുന്നേരം കുടിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല കേട്ടോ. ഞാൻ ചില സമയത്ത് കുടിക്കില്ല, ഇത്തിരി വെള്ളം കുടിക്കും. ചില സമയത്ത് അവല് നനച്ചതൊക്കെ ആകുമ്പോൾ എനിക്ക് കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ തൊണ്ടയിൽ നിന്ന് ഇറങ്ങണ്ടേ, അങ്ങനെയൊക്കെ കുടിക്കും കേട്ടോ. അല്ലാണ്ട് എനിക്ക് കട്ടൻ ചായ വൈകുന്നേരം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. രാവിലെ ആദ്യമൊന്നും കുടിക്കാറൊന്നുമില്ല ചായ, പിന്നെ ഇങ്ങനെ ശീലമായി. അപ്പോൾ കുട്ടീൻ്റെ പപ്പടത്തിൻ്റെ പഴത്തിൻ്റെയൊക്കെ പണികളൊക്കെ കഴിഞ്ഞു. ഒന്ന് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ്. ഇതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ അരി പൊടിപ്പിക്കാൻ പോകണം, അതാണ് മെയിനായിട്ടുള്ള ഒരു പണി. കാരണം ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട്, നാളെ ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് ഞായറാഴ്ച കട തുറക്കില്ല. അപ്പോൾ ഇന്ന് എന്തായാലും കൊണ്ടുപോയി പൊടിപ്പിക്കണം. കറണ്ട് പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പൊടിക്കൽ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. വൈകുന്നേരം ഒരു 5-5:30 വരെയൊക്കെ മില്ലുണ്ടാവും. ഇപ്പോൾ ഒരു എന്തായാലും ഒരു 9:30-10 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ അടുക്കളപ്പണി എന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ അങ്ങനെ കഴുകാറുണ്ടെങ്കിൽ അധികം പാത്രം ഉണ്ടാവില്ല. ഇപ്പോൾ പുട്ടിൻ്റെ പാത്രങ്ങളുണ്ടാവും, ചായ കുടിച്ച കപ്പ്, അത്രയൊക്കെ ഉള്ളിട്ട് കഴുകാണ്ട് രാവിലത്തെ. ഉച്ചക്ക് രാത്രിത്തെ ഈ 2 നേരത്തെ ആയിരിക്കും കൂടുതൽ പാത്രങ്ങൾ കഴുകാനുണ്ടാവുക. പിന്നെ ഞാൻ ചില സമയത്ത് രാവിലെ തന്നെ ഉച്ചക്കത്തെയും ഒക്കെ ഉണ്ടാക്കി വെക്കും, അപ്പോൾ എനിക്ക് കുറേ ഉണ്ടാവും. ഞാൻ നമ്മൾ പാത്രം കഴുകാനായിട്ട് സോപ്പാണ് കേട്ടോ ഉപയോഗിക്കണം. നമ്മുടെ പാത്രം കഴുകുന്ന സോപ്പ് വിമ്മിൻ്റെയൊക്കെ ആ ഒരു സോപ്പാണ് ഉപയോഗിക്കുന്നത്. കുറേ വർഷങ്ങളായിട്ട് അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ കഴിഞ്ഞ പോയ സമയത്ത് നമ്മുടെ ലിക്വിഡ് ഉണ്ടല്ലോ സോപ്പിൻ്റെ, പാത്രം കഴുകണ ലിക്വിഡ് സോപ്പ്, അപ്പോൾ അതിന് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. കോമ്പോയിൽ 200 100 സംതിങ് എന്തോ ഉള്ളൂ, നല്ല വില കുറവായിട്ട് എനിക്ക് തോന്നി. ഞങ്ങൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് സോപ്പ് ഉപയോഗിക്കേണ്ട. സോപ്പ് ഉപയോഗിച്ചാൽ നമ്മുടെ ടൈൽസിലൊക്കെ, എൻ്റെ കണ്ണിൽ അവിടെ ടൈൽസിലൊക്കെ ഈ ഒരു വെള്ള ഒരു കറ പോലെ അങ്ങനെ വരുമെന്ന്. അപ്പോൾ ഞാൻ ഉപയോഗിച്ച് ശീലിച്ചത് കാരണം എനിക്ക് ഇതില്ലാണ്ട് പറ്റില്ല എന്നുള്ളൊരിതാണ്. പക്ഷെ ഞാനടുത്ത് ഇപ്രാവശ്യം എന്തായാലും ഇത് നിർത്താം, സോപ്പ് നിർത്തിയിട്ട് നമുക്ക് ലിക്വിഡ് യൂസ് ചെയ്ത് നോക്കാം. അതാവുമ്പോൾ പ്രൈസും അഫോർഡബിളാണ്. അതേപോലെ തന്നെ നമുക്ക് ആ ഒരു ടൈലിലൊക്കെ കണ്ടില്ല ഒരു കറ പോലെ അതുണ്ടാവില്ല. പിന്നെ എന്താ പറയുക, കുറേ നാൾ നിൽക്കുകയും ചെയ്യും. സോപ്പ് എനിക്കൊന്ന് അലിഞ്ഞലിഞ്ഞ് പെട്ടെന്ന് തീരും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത്യാവശ്യം എല്ലാവരും ഇപ്പോൾ സോപ്പിൽ നിന്ന് ലിക്വിഡ് സോപ്പിലോട്ട് മാറി എന്നാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. ഞാൻ മാത്രം ഇപ്പോഴും പഴയ കാലത്ത് നിൽക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ എന്തായാലും ഞാൻ ലിക്വിഡ് സോപ്പ് ഇപ്രാവശ്യം സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഉള്ള സോപ്പൊക്കെ ഒന്ന് തീർത്തിട്ട് വേണം ലിക്വിഡിലോട്ട് മാറാനായിട്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു തീരുമാനം നല്ലതാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ കൂടുതലും കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു സോപ്പ് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് അറിയില്ല ഇതെങ്ങനെയായിരിക്കും എന്നുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ ലിക്വിഡ് സോപ്പൊക്കെ യൂസ് ചെയ്യുന്നവരാണ്, സോപ്പല്ലാതെ ഡിഷ് വാഷർ എന്നല്ലേ പറയാം, ആ ലിക്വിഡ് ആ ഒരു സംഭവം യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തറിയിക്കുക. അതായത് ലിക്വിഡാണോ അല്ലെങ്കിൽ നമ്മൾ ഈ ഉപയോഗിക്കുന്ന വിമ്മ് പോലെയുള്ള ഈ സോപ്പാണോ നല്ലതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. ഇപ്പോൾ പ്രൈസിൻ്റെ ആണെങ്കിലും നമ്മുടെ യൂസിൻ്റെ ആണെങ്കിലും ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു വെള്ള സോപ്പ് പതയുടെ ആ ഒരു കറയില്ലേ, അത് ടൈൽസിലൊന്നും പിടിക്കില്ല. അങ്ങനെയൊക്കെ ഒരു ഉപയോഗം ഉള്ളതാണോ ഈ ലിക്വിഡ് എന്നുള്ളത് നിങ്ങളൊന്ന് പറയണം കേട്ടോ. അപ്പം ഞാൻ ഇവിടെയൊക്കെ എല്ലാം ഒന്ന് തുടച്ചിടുകയാണ് കേട്ടോ. നമ്മളിങ്ങനെ ഉപയോഗിക്കുന്ന പാത്രത്തിൽ നിന്നൊക്കെ വെള്ളമൊക്കെ വീണ് അവിടെ വറ്റിക്കിടക്കും. അപ്പോഴും ഇതേപോലെ ഒരു ചെറിയൊരു സ്റ്റെയിൻ പോലെ ഉണ്ടാവും ടൈലിന്മേലൊക്കെ. അപ്പോൾ അതുകൊണ്ട് രാവിലെ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് തേച്ചൊരച്ച് കഴുകി തുടച്ചിടുകയാണ് കേട്ടോ അവിടെയൊക്കെ. നമുക്ക് 2 അടുക്കളയാണ് ഉള്ളത്. ഇതാണ് വർക്ക് ഏരിയ അടുക്കള, ഇവിടെയാണ് വാഷ് ബേസിനും ഉള്ളൂ. നമ്മൾ ഗ്യാസ് വെച്ചേക്കുന്ന ആ ഒരു അടപ്പിൻ്റെ അവിടെ വാഷ് ബേസിൻ ഇല്ല. അതൊരു ബുദ്ധിമുട്ടാണ്. കാരണം എപ്പോഴും അങ്ങോട്ട് ഞാൻ അടക്കണം. പക്ഷെ ഇപ്പം എനിക്ക് ശീലമായിട്ടാണ്. പിന്നെ ഇതിലുണ്ടെങ്കിൽ നല്ല സൗകര്യമാണ്, നമുക്ക് നല്ല വൃത്തിയായിട്ട് കിടക്കും. ഇങ്ങനെ 2 അടുക്കളയുള്ളപ്പോൾ ഒരു കണ്ടിട്ടുണ്ടെങ്കിൽ അടുക്കളകളൊക്കെ വൃത്തിയായി കിടക്കും. പിന്നെ നിറയെ കബോർഡ്സ് ഉണ്ട്. അവിടെ ഇവിടെ എല്ലായിടത്തും കബോർഡ്സ് ഉള്ള കാരണം അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം. നല്ല വൃത്തിയിലിരിക്കുകയും ചെയ്യും കേട്ടോ. സാധാരണ ഞാൻ രാത്രിയിലാണ് ഇവിടെയൊക്കെ കഴുകി വൃത്തിയാക്കുന്നത്. ഇന്നലെ രാത്രിയിൽ എനിക്ക് ചെറുതായിട്ട് ഞാൻ പറഞ്ഞില്ലേ മണ്ണ് കളക്കാനൊക്കെ ഉണ്ടായിരുന്നു. ചീര വിത്ത്
പാകാനൊക്കെ മണ്ണ് കളക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര വൈകുന്നേരങ്ങളിലാണല്ലോ നമ്മൾ കൂടുതൽ ഇങ്ങനെ പണിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മണ്ണ് കളച്ച് കൃഷിയുടെ അതൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര നടുവേദനയും കാലുവേദനയും ശരീരമൊക്കെ ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ ഞാനിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ച പാത്രമൊക്കെ കഴുകി ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് മാറിക്കിടക്കുകയാണ് ചെയ്തത്. വലിയ രീതിയിൽ വൃത്തിയാക്കാൻ നിന്നില്ല. അപ്പോൾ എന്നിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമ്മൾ അടുക്കളയിൽ കയറുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഭക്ഷണത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് കഴുകി തുടച്ചിട്ടതാണ് കാണുന്നത്. അപ്പോൾ മിച്ചൂന് രാവിലത്തേക്ക് ഒക്കെ പുട്ടും പഴം ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ 2 ദിവസം മുന്നേറ്റ് നമ്മൾ റോബസ്റ്റ പഴം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി ഒരെണ്ണം ഉണ്ട്. അപ്പോൾ അവൾക്കത് വേണ്ട, ഈ ഒരു മൈസൂർ പഴം മതി എന്ന് പറഞ്ഞിട്ട് അതാണ് കേട്ടോ കഴിക്കുന്നത്. അവൾക്ക് പുട്ടും പഴവും പപ്പടവും അത് രണ്ടും മിക്സ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല, സ്വന്തമായിട്ടൊന്നും കഴിക്കില്ല, എല്ലാം വാരി കൊടുക്കണം എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ ഉണ്ടെങ്കിൽ ഇതേപോലെ പുട്ടും പഴമൊക്കെ ആണെങ്കിൽ കുഴച്ചുടച്ചിട്ട് ഒക്കെ കൊടുക്കും കേട്ടോ. ചില സമയത്ത് തോന്നും ഇപ്പോൾ സ്വന്തമായിട്ട് കഴിക്കട്ടെ എന്ന്. പക്ഷേ ചില സമയത്തൊക്കെ കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഇങ്ങനെ വാരി കൊടുക്കാനല്ലൊന്നും നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ഞാനങ്ങനെ വാരി കൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഇതിപ്പോൾ ഉണ്ടെങ്കിൽ പുട്ടുതാ പപ്പടവും ഇത്തിരി പഴമൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് ഇത്തിരി ഉണ്ടയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ അതങ്ങനെ പെറുക്കി തിന്നോളൂ. അവൾ വയറ് നിറയെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ എനിക്കൊരു സന്തോഷം അവൾ മുഴുവൻ കഴിച്ചു കഴിയുമ്പോൾ. പിന്നെ എന്താ പറയാനുള്ളത്, നിച്ചുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിച്ചു സ്കൂളിലൊക്കെ പോകുമ്പോൾ ഭക്ഷണം കഴിക്കൽ വളരെ കുറവായിരിക്കും. കാരണം രാവിലെ അവൾ വൈകി എണീക്കുന്ന സമയത്താണെങ്കിൽ നേരത്തെ എണീറ്റാലും അവൾക്ക് എന്തോ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ് രാവിലെ. പക്ഷേ ശനി ഞായർ ദിവസങ്ങളിൽ ഇപ്പോൾ അത്യാവശ്യം നമ്മൾ ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ മുഴുവൻ കഴിക്കില്ല. കാരണം രാവിലെ എണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി നടന്ന് എൻ്റെ കൂടെ നടക്കുകയൊക്കെ ചെയ്തെല്ലാം കഴിയുമ്പോഴും ഓട്ടോമാറ്റിക് നല്ല വിശപ്പ് ഉണ്ടാവും. അപ്പോൾ വേഗം കഴിച്ചു കൂട്ടാം. പിന്നെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അവളെ നിർബന്ധിക്കാറില്ല, ഇത് മുഴുവൻ കഴിക്കുക വേഗം കഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിർബന്ധിക്കാറില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ ഒരുപാട് ന്യൂസിലൊക്കെ ആയിട്ടാണെങ്കിലും കുറേ കാര്യങ്ങൾ കേൾക്കാറില്ല, കുട്ടികൾ അങ്ങനെ ഫുഡ് തൊണ്ടയിൽ കുരുങ്ങിയിട്ട് മരിക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ അവളെ ഭക്ഷണം ഇപ്പോൾ സ്കൂളിൽ പോകേണ്ട സമയത്താണെങ്കിലും നിർബന്ധിച്ച് കഴിപ്പിക്കാറില്ല. അവൾക്ക് എത്രയോ വേണ്ടത് അത്രയോ മാത്രം കഴിപ്പിച്ചിട്ടാണ് വിടുന്നത്. പിന്നെ ഒരു ഗവൺമെൻറ് സ്കൂളായതുകൊണ്ട് അവൾക്ക് രാവിലെ ഒരു 10-10:30 പൊടിയരിക്കഞ്ഞി ഉണ്ടാവും സ്കൂളിൽ. അപ്പോൾ അവൾക്കത് ഇഷ്ടമാണ്. അതുകൊണ്ട് അവളത് കഴിക്കുമോ എന്നുള്ള ഒരു ധൈര്യത്തിലുമാണ് ഞാൻ പിന്നെ നിർബന്ധിക്കാത്തത്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സ്കൂളിലെ ടീച്ചർമാരും വിളിച്ച് പറയും. പിന്നെ നമുക്കാണെങ്കിലും പറയാം ടീച്ചർമാരോട്, അവൾ ഭക്ഷണം നല്ല രീതിയിൽ കഴിച്ചിട്ടില്ല, ഒന്ന് ശ്രദ്ധിക്കണേ, ഒന്ന് എന്തെങ്കിലും നോക്കണേ, എന്തെങ്കിലും കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കോട്ടോ. അപ്പോൾ ഞാൻ പുട്ടും പപ്പടം കേട്ടോ വരുന്നത്. വേണ്ട പുട്ടും പപ്പടം എനിക്ക് ഇഷ്ടം. എനിക്ക് തൊണ്ടയിൽ നിന്ന് ഇറങ്ങില്ല, അതുകൊണ്ട് വെള്ളം കുടിച്ചാട്ടാണ് ഞാൻ ഇറക്കിയത്. ഞാൻ പറഞ്ഞു രാവിലെ കട്ടൻ ചായ കുടിച്ചാൽ പിന്നെ ഞാൻ കട്ടൻ ചായ കുടിക്കില്ല. അപ്പോൾ ഇതാണ് കേട്ടോ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ റിച്ചുവിന് പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ കൊടുക്കില്ല, ഒരു പപ്പടമൊക്കെ കൊടുക്കുള്ളൂ. ഇപ്പോൾ പഴമുള്ള കാരണം ഞാൻ ഒരു പപ്പടവും ഒരു പഴവും ഇട്ടിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അവൾ പറയാൻ എനിക്ക് പപ്പടം വേണമെന്ന് വേണം. അമ്മ ഞാനൊരു 2-3 പപ്പടം എടുത്തിട്ടുണ്ടായിരുന്നില്ല കുട്ടിനാനായിട്ട്. എനിക്ക് കുറേ പപ്പടം വേണം. പക്ഷെ ഞാൻ അവൾക്ക് ഒരെണ്ണം കൊടുത്തില്ല. ഞാൻ പറഞ്ഞ കുട്ടികൾക്ക് പപ്പടം കഴിക്കാൻ പാടില്ല എന്ന് പറയും. ഡിച്ചുവിന് ഞാൻ വെള്ളം കൊണ്ടാണ് കൊടുത്തേക്കണം. രാവിലെ അവൾ കട്ടൻ ചായ കുടിച്ചു. അവൾ പാല് കുടിക്കാൻ ഭയങ്കര മടിയാണ്. പാൽ അത്ര ഇഷ്ടമല്ല. ഞാനങ്ങനെ നിർബന്ധിക്കാറില്ല കേട്ടോ, പാല് കുടിയെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ഷെയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും. നമ്മൾ കുറച്ച് പഴവും കുറച്ച് ബൂസ്റ്റും കുറച്ച് ബദാമോ കശുവണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും നമ്മൾ ഇത്തിരി തണുത്തൊരു പാല്, ഐസ് കട്ട പാലല്ല, എന്നാലും തണുത്തൊരു പാലൊക്കെ ഇട്ടിട്ട് ഷേക്ക് അടിച്ചൊക്കെ കൊടുക്കും കേട്ടോ വൈകുന്നേരങ്ങളിലൊക്കെ ഒരു 3-4 മണിക്കൊക്കെ. അപ്പോൾ അതൊക്കെ ഇഷ്ടമാണ്, അതൊക്കെ കഴിക്കൂട്ടോ ഒരു ഗ്ലാസ്സൊക്കെ. അപ്പോൾ അടുത്ത പണി എന്നിട്ടുണ്ടെങ്കിൽ അരിയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഉണങ്ങിയിട്ട് നമ്മൾ പൊടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് തന്നെ വെക്കാം, ചീത്തയാവില്ല. കുറേ നാളുകളോളം, നമുക്ക് മാസങ്ങളോളമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഞങ്ങളിപ്പോൾ ഒരു 2-3 കിലോ ഒക്കെ പൊടിപ്പിച്ച കാരണം ഞങ്ങൾക്കൊരു 2 മാസമൊക്കെ നിൽക്കും എന്ന് തോന്നുന്നു കേട്ടോ. കറക്റ്റ് എനിക്കറിയില്ല, അത്രയൊക്കെ നിൽക്കും. കാരണം നമ്മൾ പച്ചരി ഉഴുന്നൊക്കെ വേറെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ വെള്ളയപ്പവും ഇഡ്ഡലിയും അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി ഉണ്ടാക്കണ കാരണം എന്തായാലും 2-3 മാസത്തേക്ക് ഈ ഒരു പുട്ടിൻ്റെത് പൊടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും കേട്ടോ. നൈസായിട്ടാണ് പൊടിപ്പിക്കണത്. അതുകൊണ്ട് തന്നെ പത്തിരിക്കും ഇടിയപ്പത്തിനും പുട്ടിനൊക്കെ ഒരേ സംഭവം തന്നെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവരുടെ ഞാൻ പറഞ്ഞില്ലേ മേളിൽ ഇവരുടെ പഴയ ഒരു ടേബിളുണ്ട്. ആ ടേബിളിൻ്റെ മേളിലാണ് ഞാൻ എൻ്റെ ഈ ഒരു പായ മടക്കി വെക്കുന്നത്. നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് എടുക്കാമല്ലോ.
അരിയൊക്കെ എടുത്ത് ഈ ഒരു ഫ്ലോർ മില്ലിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് നടക്കാണ്ട്, നമ്മുടെ പഴയ വീടിൻ്റെ തൊട്ടടുത്താണ്. ഇപ്പോൾ ഉള്ള വീട്ടിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് നടന്ന് വേണം ഇങ്ങോട്ടേക്ക് എത്താനായിട്ട്. ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒരു 11:30 മണിയൊക്കെ ആയിട്ടാണ്. നല്ല വെയിലാണ്, വേർത്ത് കുളിച്ചാണ് ഞാനിവിടെ എത്തിയത്. അങ്ങനെ നമ്മൾ മില്ലിൽ കുറച്ച് നേരം കൊടുത്തവർക്ക് പൊടിക്കാൻ കൊടുത്തിട്ട് നമ്മളപ്പുറത്തെ വീട്ടിൽ ചേച്ചിയുടെ വീട്ടിൽ വന്നിട്ട് കുറച്ച് ചെപ്പിപ്പുളി, പിലിമ്പി, ഇരുമ്പൻ പുളി എന്നൊക്കെ പറയുന്ന ഈ സാധനം പറിക്കാൻ വേണ്ടി വന്നതാണ്. ഇതിട്ടിട്ട് ഞാനൊരു മുളകിട്ടൊരു നമ്മൾ മീൻകറി പോലെ ഒരു കറി വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതാണ് ആ കറി. അപ്പോൾ അതുണ്ട്, പാവക്ക തീയൽ, പാവക്ക അച്ചാർ. ഇത്രയാണ് നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ്. അവിടെ നിന്ന് വന്നിട്ട് ഇതൊക്കെ വേഗം ആക്കിയിട്ട്, ഇതെല്ലാം ഞാൻ ഒറ്റൊരു വീഡിയോയിലാക്കിയിട്ടില്ല. ഇതൊരു മോർണിംഗ് വ്ളോഗെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷേ ഉച്ചക്കത്തെയും കൂടി കാണിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ നിച്ചുവിനെ ഞാൻ വീണ്ടും ചോറ് വാരി കൊടുക്കുകയാണ്. കാരണം അവൾ സ്വന്തമായിട്ട് തിന്നാൻ പറഞ്ഞ ഇത് കൂട്ടി നമ്മൾ തിന്നില്ല. അതുകൊണ്ട് പാവക്കൊക്കെ ഇട്ട് കുഴച്ചങ്ങാട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക. എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്നോട് പറയാം. ഞാൻ മാക്സിമം ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.